അപ്പോൾ ദിവ്യ ചേച്ചിന്റെ വീട്ടിലാണ് അന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പാടിപ്പോ ഒരു വർഷത്തെ ഉപയോഗത്തിന് ശേഷം ഇതിനെന്തെങ്കിലും ഇളക്കോ ഓട്ടോ? സുഹൃത്തുക്കളെ, അപ്പൊ നമ്മൾ വീണ്ടും നമ്മളെ ഷിജിത്തിന്റെ അടുത്ത് വന്നു. ഷിജിത്തെ, ഒരു വർഷം മുന്നേ വൈറലായ ഒരു വീഡിയോ ഇട്ട് പോയതാണ് അല്ലേ? അത് എങ്ങനെയുണ്ട് എന്നുള്ളത് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വീണ്ടും വന്നിട്ടുള്ളത്. ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കിച്ചന്റെ സ്ക്രൂ ഇളകും, ഇഞ്ചസ് പിടിക്കൂല, പല വർഷങ്ങളും എങ്ങനെയുണ്ട് നോക്കല്ലേ, എങ്ങനെയുണ്ട് നോക്കാം. അന്ന് നമ്മൾ ഒരുപാട് ആൾക്കാർ കണ്ടാട്ടോ നമ്മൾ ഈ ഒരു കിച്ചൺ. അപ്പോൾ വെറൈറ്റി ആയിട്ട്, അതായത് ഫുള്ളായിട്ട് കോൺക്രീറ്റ് ടൈല് അല്ലേ, ടൈല് കൊണ്ട് ചെയ്തിട്ടുള്ള ഈ ഒരു കിച്ചൺ കബോർഡ് ഇതാ ഇപ്പോഴത്തെ നല്ല നീറ്റായിട്ട് നല്ല വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷനിൽ അടിപൊളി ചെറിയൊരു കിച്ചൺ. ഇപ്പോൾ ഇതിന്റെ വർക്കിംഗ് എങ്ങനെ ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഈ ഒരു ഇതിന്റെ ഓർഡർ നമ്മൾ എടുത്തിട്ടുണ്ട്. ചേച്ചി ഇവിടെ ഉണ്ട്. എന്താ ചേച്ചി പേരെന്താ? എന്റെ പേര് ദിവ്യ എന്നാണ്. അപ്പൊ ദിവ്യ ചേച്ചിന്റെ വീട്ടിലാണ് അന്ന് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എന്താ പാടിപ്പോ ഒരു വർഷത്തെ ഉപയോഗത്തിന് ശേഷം ഇതിനെന്തെങ്കിലും ഇളക്കോ ഓട്ടോ എന്തെങ്കിലും? വൃത്തി തന്നെ ഇരിക്കുന്നുണ്ട്. ഇതിപ്പോ ഇളക്കം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ നല്ല വർക്കിംഗ് അല്ലേ? ഇത് ഉപയോഗിച്ച ആൾക്കാരോട് ചോദിക്കുമ്പോഴാണല്ലോ അല്ലേ അതിന് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റുക. ഒരുപാട് ആൾക്കാർ ഇതുപോലെയൊക്കെ വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടാവും. നമ്മളെ വീഡിയോ കണ്ടിട്ട് തന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ അത് എങ്ങനെ ഉണ്ട്, ഒരു വർഷത്തിന് ശേഷം അത് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. കുഴപ്പമില്ലല്ലോ അല്ലേ? ഇല്ല, കുഴപ്പമൊന്നുമില്ല. ധൈര്യമായിട്ട് വെക്കാം. പാറ്റയോ ഉറുമ്പോ അങ്ങനെയൊന്നും കേറില്ല. നല്ല തുടച്ചൊക്കെ വൃത്തിയാക്കി നമുക്ക് നല്ല വൃത്തിയിൽ കൊണ്ടിറക്കാം. നല്ല കറക്റ്റ് ആയിട്ട് ഈ ഗ്യാപ്പ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂറെ ഒന്നും പോകുന്നില്ല, അത് കേറൂല. നല്ല നീറ്റ്, നല്ല കാണാനും നല്ല ഭംഗിയുണ്ട്. ചെറിയൊരു കിച്ചൺ ആണെങ്കിലും ഇത് അതിന്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഉള്ളൊക്കെ ഈ രീതിയിൽ ഉണ്ടാവട്ടെ. നല്ല ഇടയ്ക്കിടയ്ക്ക് തുടച്ച് വൃത്തിയാക്കുന്നതാണ് അല്ലേ? തുടച്ച് വൃത്തിയാക്കാൻ കഴിയും. അതാണ് കഴുകുകയും ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ അല്ലേ? അതാണ്. അപ്പൊ എന്താ വെച്ചാൽ ഇതിന്റെ പ്രത്യേകത വെച്ചാൽ നമ്മളെ മുന്നത്തെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഫുള്ളായിട്ട് ടൈല്, ഇവിടെ ഒക്കെ ടൈല്. ഈ ഒരു ഡോറ് മാത്രം WPC അല്ലേ? ഇത് ഇവിടെയും ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ ടൈൽ ഒട്ടിച്ചതാണ്. ഇതിന്റെ അടിയിൽ ടൈല്, മുകളിൽ ഗ്രാനൈറ്റ്. ചെറിയൊരു സിമെന്റ് മാത്രമേ ഉള്ളിൽ വരണുള്ളൂ അല്ലെ? സിമെന്റ് വരണുള്ളൂ. ഫുള്ളായിട്ട് ടൈലോണ്ടുള്ള ഒരു പരിപാടി. ഇതിന്റെ സിങ്കിന്റെ അടിഭാഗത ഈ രീതിയിലായിട്ട് വരുന്നത്. നീറ്റായിട്ട് പ്ലൈവുഡോ മൾട്ടിവുഡൊക്കെ കാണുന്ന സമയത്ത് ആ വെള്ളം നിന്ന് ആ പൂപ്പലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ എന്തായാലും ചെറിയൊരു നനവൊക്കെ ഇവിടെ എങ്ങനെയായാലും വരും. ഇവിടെ സിങ്ക് വെള്ളം ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ചെറിയൊരു ഈർപ്പത്തിന്റെ അംശം ഉണ്ടാവും അല്ലെ? അത് ഈ ഒരു ടൈൽ ആയതുകൊണ്ട് തന്നെ അത് യാതൊരു പ്രശ്നം അതുകൊണ്ട് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു മേന്മയായിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഈ വീഡിയോ ഫസ്റ്റ് ചെയ്ത സമയത്ത് നമ്മൾ കുറെ കമന്റ് കിട്ടുന്നു. അതായത് ഇങ്ങനെ സ്ക്രൂ ചെയ്യാൻ, ടൈലിന്റെ മുകളിൽ ഇതുപോലെ സ്ക്രൂ ചെയ്യാൻ കഴിയില്ല എന്നാ പറഞ്ഞല്ലേ? ടൈലിന്റെ മേലെ സ്ക്രൂ ചെയ്യാൻ കഴിയില്ല, നല്ല ക്വാളിറ്റി ഉള്ള ഇഞ്ചസ് തന്നെയാണല്ലോ വെച്ചേ. ക്വാളിറ്റി ഉള്ള ഇഞ്ചസ് ആണ് വെച്ചത്. നല്ല സാധനം വെക്കണം, എന്നാൽ യാതൊരു കുഴപ്പം വരില്ല. ഈ ഒരു മുകളിൽ ഒട്ടിച്ച ഗ്രാനൈറ്റ് ഒട്ടിച്ചതിന്റെ ഒരു ബീഡിംഗ് ഒക്കെ വെച്ചത് ഇതൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുള്ളതാണ് സംഭവം. ചെറിയൊരു കിച്ചൺ, നല്ല വൃത്തിയുള്ള കിച്ചൺ, ടൈലൊക്കെ ഒട്ടിച്ച് മനോഹരം. ഫുൾ പണി ഷിജിത്തട്ട ചെയ്തതിന്റെ ഫുള്ളായിട്ടുള്ള വർക്ക്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു കിച്ചൺ ഈ രീതിയിൽ നമുക്ക് നിർമ്മിക്കാം. അത് ഇതുപോലെ അതെ. പക്ഷെ ഞാൻ കുറെ പോയിട്ടില്ല, എടുത്തിട്ടില്ലല്ലേ വർക്ക്? ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതല്ലേ? ഇനിയിപ്പോ എടുത്തൂടെ? എടുക്കാം, പക്ഷെ എന്താ മെസ്സേജ് എല്ലാവരും സംശയങ്ങൾ കൂടുതലാണ്. നമുക്ക് 2 വീഡിയോ കൂടി ഇടാം, കുറച്ചും കൂടി സംശയങ്ങൾ മാറി കിട്ടും. പിന്നെ ചെലവ് ഒരുപാട് കുറയുന്ന വിചാരിച്ച് ആൾക്കാരെ വിളിക്കണ്ടല്ലേ? നമുക്ക് എന്താ പറയുക, ചെലവ് കുറയാൻ നമുക്ക് ഇൻഡസ്ട്രിയിൽ ഇതിലൊക്കെ നമുക്ക് കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് ഞാൻ അതിന്റെ ബുദ്ധിമുട്ട്. ചെലവ് എന്തായാലും നിങ്ങൾ മൾട്ടിവുഡിലോ പ്ലൈവുഡിലോ ചെയ്യുന്നതിനെ അപേക്ഷിച്ച് ചെലവ് കുറവാണ്, അതാണ് പറയുന്നത്. ഒരുപാട് കുറയില്ല അല്ലെ? ഒരുപാട് കുറയില്ല. പിന്നെ ഫുള്ള് ടൈലാണ്. നമുക്ക് വേണ്ടി കുറയ്ക്കാം, പക്ഷെ അതിനനുസരിച്ചുള്ള കോംപ്രമൈസ് ചെയ്യുന്നില്ല. അത് നമ്മൾ ചെയ്യില്ല. ക്വാളിറ്റി ഇല്ലെങ്കിൽ ഗ്യാരണ്ടി കൊടുക്കണമെങ്കിൽ റേറ്റ് ആവും. അപ്പൊ ആ രീതിയിൽ നല്ല വൃത്തി ഉണ്ടാവും, ഒരു കുഴപ്പമില്ല. ഒരു വർഷത്തെ ഉപയോഗം ഈ ഒരു വീട്ടിൽ ഒരു വർഷത്തെ ഉപയോഗത്തിന് ശേഷം യാതൊരു കുഴപ്പമില്ലാതെ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതൊരു ഫാബ്രിക്കേഷന്റെ വർക്കാണ്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഫാബ്രിക്കേഷന്റെ വർക്ക്. ഈ ഫാബ്രിക്കേഷന്റെ വർക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നല്ല ഇഞ്ചസ് എല്ലാം വെക്കുന്നുണ്ട്. നല്ല ഇഞ്ചസ് അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ തുരുമ്പൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഫുൾ കവർ അല്ലാത്ത ഇതുപോലെ വെക്കുന്ന സമയത്ത് ഇതിലേക്ക് കൂറ, പാറ്റ, ഈ എത്ര ഒരു വൃത്തിയില്ലാത്ത ഒരു രീതിയിലാണ് കാണുക അല്ലേ? അതെ, നമുക്ക് ഇതിന്റെ അടിയും ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല. അടിയും അതെ. ഈ ടൈലിന്റെ ഗ്യാപ്പിലൊക്കെ ശരിക്കും ഇതൊക്കെ തേച്ചുകൊണ്ട് മാത്രമാണ്, സാധാരണ തേക്കാറില്ല. അല്ലെങ്കിൽ ഈ ഒരു കട്ടിങ് ഇതിന്റെ ഗ്യാപ്പിലൊക്കെ കുറൊക്കെ വന്ന് നിൽക്കും. അതെ.
നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ നല്ല ഫുൾ കവറായിട്ട് നല്ല നീറ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മളൊരു ചെയ്യണത് അല്ലേ. പ്രീമിയം വർക്കിന്റെ ആ ഒരു WPC കൊണ്ടൊക്കെ ചെയ്യുന്ന അത്രയും ചാർജ് ഒന്നും വരാത്ത രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഫാബ്രിക്കേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അത്രയും നല്ല രീതിയിൽ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള രീതിയിൽ റേറ്റ് കുറയുമ്പോൾ എന്താ വെച്ചാൽ നല്ല റേറ്റ് ഉള്ള ചെയ്യണം. ഫാബ്രിക്കേഷൻ ചെയ്യുകയാണെങ്കിലും കോസ്റ്റ് ആവും. നല്ല സാധനം മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ അപ്പൊ ഇതിന്റെ കോസ്റ്റ് താരതമ്യം ചെയ്യുമ്പോൾ ഫാബ്രിക്കേഷൻ ഒക്കെ ചെലവ് വളരെ കുറഞ്ഞ് ചെയ്യാൻ പറ്റും. ചെയ്യുന്നതാണ് പ്രശ്നം. ഏത് വർക്കാണെങ്കിൽ നമുക്ക് എല്ലാ രീതിയിലും ചെയ്യാം. വെറുതെ ഒരു സ്ലാബ് ഇട്ട കമ്പനി ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്തതിന്റെ സ്ലാബ് ഇട്ടാലും അങ്ങനെ ചെയ്യാം. അപ്പൊ അതിന്റെ അനുസരിച്ചുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഞങ്ങളിത് നാട്ടിൽ തന്നെയുള്ള കുറച്ച് മുന്നേ ചെയ്ത ഒരു വർക്ക് എന്ന് എക്സാമ്പിൾ ആയിട്ടൊന്ന് കാണിക്കാൻ വേണ്ടി, ഞങ്ങളുടെ സുഹൃത്തിന്റെ വീട് തന്നെയാണിത്, അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ ഞങ്ങൾ വേറൊരു വീട്ടിൽ പ്ലൈവുഡ് കൊണ്ട് ചെയ്തിട്ടുള്ള ഒരു കിച്ചണിലാണ് ഇപ്പോൾ ഉള്ളത്. അതും നല്ല കോസ്റ്റ്ലി അല്ലേ. 10 വർഷം മുന്നേ ചെയ്തതാണ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ലുക്ക് ഉണ്ടാവും അല്ലേ. ഞങ്ങൾ ജസ്റ്റ് ലുക്ക് ഒന്ന് കാണിച്ചിട്ട് 10 വർഷമായിട്ടുള്ള പ്ലൈവുഡ് കൊണ്ട് ചെയ്ത് അത് കാര്യമായിട്ട് ഒന്നും വന്നിട്ടില്ല. ഇത് ഇഞ്ചസ് ഇങ്ങനെയൊക്കെയാണ് വരിക. ഇത് ഫുള്ള് കവേർഡാണ് അല്ലേ. ഉള്ളൊക്കെ കവേർഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ്. ഇവിടെ ചെറിയൊരു പ്രശ്നം, ഇവിടെ ഈ ഒരു സിങ്ക് വരുന്ന ഭാഗത്ത് ലീക്കൊക്കെ വന്നിട്ട് ലീക്ക്, അതായത് നനവ് ഉണ്ടായാലാണ് ഇതിന്റെ പ്രശ്നം വരിക. നേരെ പക്ഷെ നമ്മളെ ടൈലൊക്കെ കാണുന്ന സമയത്ത് ഇതുപോലെ സിങ്കിന്റെ ഇവിടുന്ന് ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായാലും യാതൊരു പ്രശ്നം വരുന്നില്ല. ഇങ്ങനത്തെ ഈ കട്ടിങ്ങുകളൊക്കെ, ഈ കട്ടിങ് അവിടെ പലകള് ഇവിടെ ഒരു കട്ടിങ് വരും. ഇവിടെ ഈ ഒരു കട്ടിങ് ഒക്കെ നമുക്ക് ഉണ്ടാവില്ല അല്ലേ. കുറച്ചും കൂടി ഫുള്ള് നീറ്റ് ആയിരിക്കും. മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്താ വെച്ചാൽ പ്ലൈവുഡ് നല്ല നീറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതുപോലെ ലീക്ക് വന്നാല്, നനവ് വന്നാല് ഇതിന്റെ കാര്യം പ്രശ്നമാണ്. അപ്പൊ നമ്മളൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ലീക്ക് ആണെങ്കിലും എവിടെയാണെങ്കിലും ലീക്കുള്ള സ്ഥലത്തിന് ഇപ്പൊ വെള്ളം വരുന്ന ഭാഗത്താണെന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. വെള്ളം ഉപയോഗിച്ച് കഴുകാനും പറ്റുന്ന രീതിയിലുള്ളതാണ്. അപ്പൊ ജസ്റ്റ് ഒരു താരതമ്യം എന്നുള്ള രീതിയിൽ നമ്മള് പ്ലൈവുഡ് ചെയ്തും ഫാബ്രിക്കേഷൻ ചെയ്തൊക്കെ ഒന്ന് ചെയ്ത വീടുകള് കുറച്ചു കാലം ചെയ്ത വീടുകള് എങ്ങനെ ആവും, അതിന്റെ ഉപയോഗം എങ്ങനെയാവുന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് 2 വീട്ടിൽ ഞങ്ങൾ വന്നിട്ടുള്ളത്. നമുക്ക് പോകാനുള്ളത് നമ്മൾ ഇന്നാള് കാണിച്ച വീട്ടിലേക്ക് തന്നെയാണ് ഫസ്റ്റ്. അത് എത്ര വർഷമായി ഇപ്പൊ അത്? ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ. 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. നമ്മളെ ടൈൽ ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള പുതിയ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു വീട്ടില് അവിടുത്തെ എങ്ങനെയുണ്ട് എന്നുള്ളത് കാണാൻ, സ്ക്രൂ ഇളകിയണോ പോയിടോ അതൊക്കെ ചോദിക്കാൻ വേണ്ടിട്ട് പോകുന്ന വഴിക്ക് 2 വീട്ടിൽ കയറിയതാട്ടോ. ആവശ്യമുള്ള ആളുകൾ സീരിയസ് ആയിട്ട് നല്ല രീതിയിലുള്ള ഒരു കിച്ചൺ ചെയ്യാൻ ആഗ്രഹമുള്ള ആവശ്യമുള്ള ആൾക്കാർ മാത്രം ഷിജിത്തിനെ ബന്ധപ്പെടുക. കഴിയണതും നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ല, മലപ്പുറം കോഴിക്കോട് ബോർഡർ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് എടുത്ത് ചേളാരിയാണ് കേട്ടോ. ചേളാരിയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ആ ഒരു ചുറ്റുവട്ടത്തുള്ള ഒരുപാട് ദൂരത്താക്കാവുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. ബുദ്ധിമുട്ടാണ്. നമുക്ക് എന്താ പറയാ, നമുക്ക് അവിടെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഒന്ന് നിർത്തല്ലേ. ഇത്രയൊക്കെയാണ് ഈ ഒരു ഉപയോഗിച്ച റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ചേച്ചി നന്ദി. അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.